जय केरलम, जय विकसिता केरलम, जय विकसिता केरलम. केरालथियल एंटे प्रिय पेट्टा सहोदरी विनीतमाया नमस्कारम. मैं कल्पाती श्री विशालाक्षी समेत श्री विश्वनाथ स्वामी जी के चरणों में प्रणाम करता हूं. मैं देख रहा हूं इस बार केरलम में एक अलग ही माहौल है. केरलम बदलाव का संदेश दे रहा है. एनडीए की बढ़ती लोकप्रियता, बीजेपी के प्रति लोगों का बढ़ता विश्वास आज आप सबका उत्साह और ये आपका समर्थन, इतनी बड़ी संख्या में आपकी उपस्थिति पालक्काड़ ये बता रहा है केरलम का मोड़ अब एक मूवमेंट बन चुका है. अब केरलम के युवाओं का विश्वास है बीजेपी और एनडीए. अब केरलम की महिलाओं का स्नेह है बीजेपी और एनडीए. अब केरलम के किसानों का प्रेम है बीजेपी और एनडीए. ഞാൻ കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേതനായ ശ്രീ വിശ്വനാഥ സ്വാമിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എനിക്ക് കാണാൻ സാധിക്കുന്നു ഇപ്രാവശ്യം കേരളത്തിൽ മാറിയ സാഹചര്യമുണ്ട്. കേരളം മാറ്റത്തിന്റെ സന്ദേശം നൽകുന്നു. ആ സന്ദേശം എൻഡിഎയുടെ വർദ്ധിച്ചു വരുന്ന ജനസമ്മതിയും ബിജെപിയോട് ജനങ്ങൾക്ക് കൂടി വരുന്ന വിശ്വാസവും കാണാൻ സാധിക്കും. ഇന്ന് നിങ്ങളുടെ എല്ലാ ആവേശവും പിന്തുണയും ഇത്രയും വലിയ സംഖ്യയിൽ നിങ്ങളുടെ പങ്കാളിത്തവും അത് നൽകുന്നു. പാലക്കാട് പറയുന്നു കേരളത്തിന് ചിന്താഗതി മാറിയിരിക്കുന്നു. ആ മാറിയ ചിന്താഗതി ഇന്ന് വലിയ ഒരു മുന്നേറ്റമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ യുവാക്കൾ അവരുടെ വിശ്വാസം ബിജെപിയിലും എൻഡിഎയിലുമാണ്. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ സ്നേഹം ബിജെപിയോടും എൻഡിഎയോടുമാണ്. ഇപ്പോൾ കേരളത്തിലെ കൃഷിക്കാർക്ക് പ്രേമം ബിജെപിയോടും എൻഡിഎയോടുമാണ്. एनडीए सहृदगणे इस बदलाव के पीछे केरलम की जनता का आशीर्वाद है. इसके पीछे केरलम बीजेपी के लाखों कार्यकर्ताओं की मेहनत है. हमारे कितने ही कार्यकर्ताओं ने यहां पॉलिटिकल वायलेंस के कारण अपना जीवन खोया है. मैं आज केरलम की मेरी ये पहली चुनाव सभा में उन सभी कार्यकर्ताओं को इस मंच से आदरपूर्वक श्रद्धांजलि देता हूं. സുഹൃത്തുക്കളെ, ഈ മാറ്റത്തിന് പിന്നിൽ കേരളത്തിലെ ജനങ്ങളുടെ അനുഗ്രഹമാണ്. ഇതിന് പിന്നിൽ കേരളത്തിലെ ബിജെപിയുടെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ അധ്വാനമാണ്. നമ്മുടെ എത്രയോ പ്രവർത്തകർ
രാഷ്ട്രീയ ആക്രമണങ്ങളിൽ ജീവൻ ബലി നൽകി. ഇന്ന് ഇവിടെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിലെ എന്റെ ആദ്യത്തെ യോഗത്തിൽ വെച്ച് ഞാൻ ആ പ്രവർത്തകരുടെ മുമ്പിൽ പ്രണമിക്കുന്നു. एनडीए सहृदगणे केरलम को सुंदरतम क्यों कहा जाता है, इसका एहसास हमें पालक्काड़ आते ही हो जाता है। हमारा पालक्काड़ केरलम का प्रवेश द्वार है। यहां प्रकृति की अद्भुत सुंदरता भी है, केरलम की प्राचीन जीवन संस्कृति भी है और ये केरलम की प्रतिभा और परिश्रम का एक बड़ा केंद्र भी है। यहां कल्पाती मंदिर का महत्व बताते हुए काशी का उदाहरण दिया जाता है। काशी का सांसद होने के नाते ये मेरे लिए और भी विशेष है। സുഹൃത്തുക്കളെ, കേരളം സുന്ദരമാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇതിന്റെ തെളിവ് പാലക്കാട്ട് വരുമ്പോൾ മനസ്സിലാകും. നമ്മുടെ പാലക്കാട് കേരളത്തിന്റെ പ്രവേശന കവാടമാണ്. ഇവിടെ പ്രകൃതിയുടെ അത്ഭുതകരമായ സൗന്ദര്യമുണ്ട്. കേരളത്തിന്റെ പ്രാചീന ജീവിത സംസ്കാരമുണ്ട്. ഈ പാലക്കാട് ഇവിടം കേരളത്തിന്റെ പ്രതിഭകളുടെയും കഠിനാധ്വാനത്തിന്റെയും ഒരു വലിയ കേന്ദ്രവുമാണ്. ഇവിടെ കൽപ്പാത്തി ക്ഷേത്രത്തിന്റെ മഹത്വം പറയുമ്പോൾ സ്വാഭാവികമായും കാശിയെപ്പറ്റി, അവിടത്തെ വിശേഷങ്ങളെപ്പറ്റി പറയുന്നു. ഞാൻ കാശിയിൽ നിന്നുള്ള ലോകസഭാ അംഗമാണ്. അതുകൊണ്ട് എനിക്കത് വളരെ വിശേഷപ്പെട്ടതാണ്. एनडीए सहृदगणे, मैं इस पावन भूमि को नमन करता हूं। यहां के महान संत और समाज सुधारक पूज्य श्री नारायण गुरु, पूज्य चेतम्बी स्वामीकल, पूज्य मन्नत पद्मनाभन, पूज्य महात्मा अयनकाली और संत कुरियाकोस एलियास चावरा, मैं इन महान विभूतियों को भी प्रणाम करता हूं। സുഹൃത്തുക്കളെ, ഈ പാവന ഭൂമിയെ ഞാൻ നമസ്കരിക്കുന്നു. ഇവിടുത്തെ മഹാന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കളായ പൂജ്യ ശ്രീനാരായണ ഗുരുദേവനെ, പൂജ്യ ചട്ടമ്പി സ്വാമികളെ, പൂജ്യ മന്നത്ത് പത്മനാഭനെ, പൂജ്യ മഹാത്മാ അയ്യങ്കാളിയെ, അതോടൊപ്പം സെയിന്റ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നീ മഹാ തേജസ്വികളെ ഞാൻ പ്രണാമം ചെയ്യുന്നു. एनडीए सहृदगणे, दशकों से केरलम स्वार्थी राजनीति के दो मुखौटों के बीच फंसा हुआ है। एक और एलडीएफ तो दूसरी ओर यूडीएफ, तो दूसरी ओर कांग्रेस। एक भ्रष्ट तो दूसरा महाभ्रष्ट, एक सांप्रदायिक तो दूसरा महासांप्रदायिक। एलडीएफ यूडीएफ की सारी नीतियां केवल वोट बैंक पॉलिटिक्स के लिए ही होती है। इन्हें केरलम के विकास की कोई परवाह नहीं है। अब मैं आपको भरोसा देता हूं कि यहां बनने वाली बीजेपी एनडीए सरकार केरलम का तेज विकास करेगी, विकसित केरलम बनाएगी और ये मोदी की गारंटी है।
what remain unchanged will change. Now Kerala will be developed. मारा तत्व इन्हें मारूं, इन्हीं केरളം വളരും. സുഹൃത്തുക്കളെ, പതിറ്റാണ്ടുകളായി കേരളം മുഖം മൂടി അണിഞ്ഞ സ്വാർത്ഥരായ രണ്ട് വിഭാഗം രാഷ്ട്രീയക്കാരുടെ വഞ്ചനയിൽപ്പെട്ട് കിടക്കുകയാണ്. ഒരു ഭാഗത്ത് LDF, മറുഭാഗത്ത് UDF. ഒന്ന് കമ്മ്യൂണിസ്റ്റ്, മറ്റൊന്ന് കോൺഗ്രസ്. ഒന്ന് അഴിമതിക്കാർ, മറ്റേത് മഹാ അഴിമതിക്കാർ. ഒന്ന് വർഗീയവാദികൾ, മറ്റവർ ഭയങ്കര വർഗീയവാദികൾ. LDFന്റെയും UDFന്റെയും എല്ലാ നയങ്ങളും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണ്. ഇവർക്ക് കേരളത്തിന്റെ വികസനത്തെ പറ്റി ഒരു ചിന്തയുമില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഇവിടെ ഉണ്ടാവാൻ പോകുന്ന BJP NDA സർക്കാർ കേരളത്തിന്റെ ദ്രുതഗതിയിലുള്ള വികസനം സാധ്യമാക്കും. വികസിത കേരളം സൃഷ്ടിക്കും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. എന്താണോ മാറാതിരുന്നത് അതിനി മാറും. കേരളം വികസിക്കും. മാറാത്തതിനി മാറും. കേരളം ഇനി വളരും. एनडीए सहृदगणे, LDF और UDF ने दशकों तक मील बांटकर केरलम को लूटा. इनके बीच एक प्रैक्टिकल समझौता रहा है. कुछ साल LDF वाले सरकार चलाएंगे, अपनी जेबें भरेंगे. उसके बाद UDF वाले आकर लूटेंगे. इनके इस गठजोड़ में हमारा केरलम उलझ कर रह गया है. एनडीए सुहृदगणे, इन दिनों कम्युनिस्ट और कांग्रेस ने मिलकर एक नया प्रोपेगेंडा शुरू किया है. कम्युनिस्ट कहते हैं कि कांग्रेस बीजेपी की बी टीम है और कांग्रेस वाले कहते हैं कम्युनिस्ट बीजेपी की बी टीम है. यानी LDF और UDF इन लोगों ने भी मान लिया है इस बार केरलम चुनाव में एक टीम अगर कोई है, एक टीम अगर कोई है तो वो सिर्फ और सिर्फ BJP ही है. സുഹൃത്തുക്കളെ, പതിറ്റാണ്ടുകളായി LDFും UDFും ഒത്തുചേർന്ന് കേരളത്തെ കൊള്ളയടിച്ചു. ഇവർക്കിടയിൽ വളരെ പ്രായോഗികവും തന്ത്രപ്രധാനവുമായ ഒരു സഖ്യമുണ്ടായിരുന്നു. കുറച്ചു കാലം LDF സർക്കാർ നടത്തും, അവരുടെ കീശ വീർപ്പിക്കും. അത് കഴിഞ്ഞ് UDF വരും, എന്നിട്ട് കൊള്ളയടിക്കും. ഈ വിചിത്ര സഖ്യത്തിൽ നമ്മളുടെ കേരളം കുടുങ്ങിക്കിടന്നു. സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി ഒരു പുതിയ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു കോൺഗ്രസ് BJPയുടെ ബി ടീമാണെന്ന്. കോൺഗ്രസുകാർ പറയുന്നു കമ്മ്യൂണിസ്റ്റുകാർ BJPയുടെ ബി ടീമാണെന്ന്. എന്ന് വെച്ചാൽ രണ്ടു പേരും ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ A ടീമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് BJP ആണ്, BJP മാത്രമാണ്. एनडीए